എല്ലാ ജോലിക്കും പോവും, തടി വെട്ടാൻ പോവും, കാറ്ററിങ്ങിന് പോവും, എല്ലാം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. വീട്ടിൽ കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു പയ്യനാണ്. ഇവിടെ ഇന്നലെ ഈ ലോഡ് കയറ്റിക്കൊണ്ടിരുന്ന സമയത്താണല്ലേ ആക്സിഡന്റ് വണ്ടി കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നു. മറ്റൊരു ആക്സിഡന്റ് കഴിഞ്ഞു പോകുന്നുണ്ടോ? ഈ വളവ് ഒരു ഡേഞ്ചർ വളവാണ്. അവിടെ തന്നെയാണ് ഈ ലോറി ഇട്ടയ്ക്കുന്നത്. വിളപ്പിശാല വെള്ളനാട് റൂട്ട് പൊതുവെ ഞാനും എപ്പോഴും തിരഞ്ഞെടുക്കാറുള്ള ഒരു വഴിയാണ്. അതിന് കാരണമുണ്ട്. നല്ല ഒന്നാന്തരം റോഡാണ്. പക്ഷേ ധാരാളം വളവുകളും തിരിവുകളും ഏറെയുണ്ട്. മാത്രമല്ല വാഹനങ്ങളൊക്കെ വളരെ വേഗതയിലാണ് അതുവഴിയൊക്കെ കടന്നു പോകുന്നതും. മുളയറ CSI ചർച്ചിന് സമീപമാണ് ഈ ദാരുണ സംഭവം നടന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ കാണാവുന്നതുപോലെ തന്നെ ആ ലോറിയിൽ തടി ആൾറെഡി കയറ്റി കഴിഞ്ഞു. വടം മുറുക്കി കെട്ടുകയായിരുന്നു ഏതാനും തൊഴിലാളികൾ. അതിൽ പിൻവശത്ത് നിന്ന ആൾക്കാരിൽ 3 പേർക്കാണ് ഈ അപകടം മാരകമായ രീതിയിൽ ഏറ്റത്. ഈ കാണുന്ന മാരുതി കാറാണ് ഈ വലതുവശത്തേക്ക് ചേർന്ന് ഈ ലോറിയുടെ പിന്നിലേക്ക് വന്ന് ഇടിക്കുന്നത്. അതിന് കാരണം എന്ത് എന്നറിയില്ല. ഇവിടെ ഒറ്റ ട്രാക്കായിട്ട് മാത്രമാണ് ഇപ്പോൾ സ്പേസ് ഉള്ളത്. ഈ കാണുന്ന പോലെ തന്നെ ഇടതുവശത്തുകൂടി ആ കാറ് പോകുന്നു. മറ്റൊരു വശത്തുകൂടി വരേണ്ട കാറിന് വരാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അവരും ഈ ഭാഗത്തുകൂടി തന്നെ കടന്നു വരികയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ശ്വാസം പിടിച്ചു പോകുന്നുണ്ട്. പല സാഹചര്യങ്ങളിലും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനവും ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന വാഹനവും തമ്മിൽ നേർക്ക് നേർ വരുന്ന ഒരു കാഴ്ച ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞു. കണ്ടോ, ആ ലോറിക്ക് വലതുവശത്തൂടെ മാത്രമേ വരാൻ കഴിയുന്നുള്ളൂ. അതേസമയത്ത് ഇവിടെ നിന്ന് വരുന്ന വണ്ടിയും വളവാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നല്ല വഴിയാണ്. ഒന്ന് ശ്രദ്ധ പാളിയാൽ അപകടം ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്. ഇന്നലെ ഇതുപോലെ ഉച്ച കഴിഞ്ഞ് ഊണെല്ലാം കഴിഞ്ഞ് ആ തോട്ടത്ത് നിന്ന് വിറക് താഴേക്ക് ഉരുട്ടിയിട്ട ഈ ലോറിയിലേക്ക് കയറ്റിക്കൊണ്ടിരുന്ന തൊഴിലാളികളിൽ ഒരാളാണ് 49 വയസ്സുള്ള ജയചന്ദ്രൻ എന്ന നാട്ടിലെ എല്ലാവർക്കും പ്രിയങ്കരനായ എല്ലാവരുടെയും ജയചന്ദ്രൻ ചേട്ടൻ ആണ് ഇപ്പോൾ ഈ ഒരു ആക്സിഡൻറ്റിൽ ജീവൻ നഷ്ടപ്പെട്ട് ആ നാടിനോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇടതുവശത്ത് ഒരു കുഴിയാണ്, വലതുവശത്ത് കയറ്റവും. ഇതുപോലെ വരുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ച് ഇടത്തോട്ട് ഒതുക്കുകയാണെങ്കിൽ വണ്ടിയുടെ വീല് കുഴിയിലേക്ക് ചാടി മറിയും. അവിടെ നിന്നൊരു വണ്ടി ഇതേ സ്ഥലത്തേക്ക് പാഞ്ഞ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതുവഴി പോകുന്ന വണ്ടിക്കാരന് എന്ത് ചെയ്യണമെന്ന് അപ്പോൾ അറിയാതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവാനിടയുണ്ട്. ഇതിൽ യാത്ര ചെയ്തിരുന്ന മാരുതി കാറിൽ വന്ന ആൾ KSRTC ജീവനക്കാരൻ എന്നാണ് പറഞ്ഞു കേട്ടത്. അദ്ദേഹം ആരനാട് സ്വദേശിയാണെന്നും പറഞ്ഞു. അദ്ദേഹത്തിന് മാരകമായ പരുക്കുണ്ടെന്നാണ് അറിവ്. ആ മാരകമായ പരുക്കിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്ന് ഒപ്പം ഹോസ്പിറ്റലിൽ നിൽക്കുന്നവർക്ക് മാത്രമേ അറിയാൻ കഴിയൂ. മുളയറയ്ക്ക് അടുത്ത് തന്നെയാണ് ജയചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ വീട്. നമ്മൾ ആ വീട്ടിലേക്ക് പോകും. ജയചന്ദ്രൻ ആ നാട്ടിൽ പ്രിയങ്കരനാകുന്നത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പൊതുപ്രവർത്തന ശൈലി കൂടെ ഉണ്ട്. നാട്ടിലെ വിഷയങ്ങളിൽ ഏതിലും അദ്ദേഹം ഇടപെടാറുള്ള ഒരാളാണ് ജയചന്ദ്രൻ ചേട്ടൻ എന്ന് അവിടെ വന്നവരിൽ ചിലർ പറഞ്ഞു. ഈ കാർ വന്നിടിക്കുമ്പോൾ മറ്റു 2 ആൾക്ക് കൂടി സാരമായ പരിക്കേറ്റു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കാറിൻ്റെ ഡ്രൈവർ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിനും ആ സംഭവ സ്ഥലത്ത് തന്നെ നല്ല ഒരു ഇഞ്ചുറി ഉണ്ടായതായാണ് കണ്ടു നിന്നവർ നമ്മളോട് പറയുന്നത്. പല അഭിപ്രായങ്ങളും പലരും നേരത്തെ വന്ന വീഡിയോടൊപ്പവും വാർത്തയോടൊപ്പവും ഒക്കെ വിമർശിച്ചും അനുകൂലിച്ചുമൊക്കെ പറയുകയുണ്ടായി. ഈ വലതുവശത്ത് കാണുന്ന ആ ഒരു തോട്ടം, ആ തോട്ടത്ത് നിന്ന് മുറിച്ചെടുത്ത തടികളാണ് റോഡരികിലേക്ക് ഇട്ടിട്ട് ഈ ലോറി അവിടെ പാർക്ക് ചെയ്ത് ലോറിയിലേക്ക് കയറ്റുന്നത്.
ആ ലോറിയിലേക്ക് കയറ്റി വടം പൂർണ്ണമായിട്ട് കെട്ടി ഒതുക്കി പണി നിർത്തി പോകാൻ തുടങ്ങുന്ന അവസരത്തിലായിരുന്നു എവിടെ നിന്നോ ഈ ഒരു ദുർവിധി, ഒരു മരണം ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ആ ഗ്രഹനാഥനെ തേടിയെത്തിയത്. അദ്ദേഹത്തെ സംബന്ധിച്ച് മിക്കപ്പോഴും വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബത്തിലുള്ള ആ ആൾ മാത്രം ആ വീട്ടിൻ്റെ ഒരു അത്താണിയാവുന്ന ഒരവസ്ഥ. ഇവിടെയും അങ്ങനെ തന്നെയാണ്. 2 കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. ഒരാൾ +2 പഠിക്കുന്നു, ഒരാൾ 8ലോ 9ലോ പഠിക്കുന്നു. 8ലോ 9ലോ പഠിക്കുന്ന കുട്ടിയെ നമ്മൾ കണ്ടില്ല. അത് മോളാണെന്ന് പറഞ്ഞു. നമ്മൾ ആ വീട്ടിൽ പോകും, അതിൻ്റെ വിഷ്വൽസ് പിന്നാലെ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് നേരം നമ്മൾ നിൽക്കാനിടയായി. നിന്നപ്പോൾ ഇതുവഴി പോകുന്ന വാഹനങ്ങളൊക്കെ എത്രമാത്രം ഡ്രൈവിങ്ങിൽ ശ്രദ്ധ ആവശ്യമായിരിക്കുമ്പോഴാണ് പാഞ്ഞു പോകുന്നത് എന്നതോർത്ത് എനിക്ക് തന്നെ വിഷമം തോന്നുന്നുണ്ട്. ഇതുപോലെ ഒരു ലോറി പാർക്ക് ചെയ്ത് തടി കയറ്റുകയാണെങ്കിൽ തീർച്ചയായി ഈ വളവിൻ്റെ അപ്പുറത്തും വളവിൻ്റെ ഇപ്പുറത്തുമായി 2 പേർ നിന്ന് ശരിക്കും ഒരു ചുവന്ന കൊടി വെച്ച് ട്രാഫിക് നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ വക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ അല്പം ശ്രദ്ധ വച്ചാൽ വലിയ അപകടങ്ങളെ ഒഴിവാക്കാനാകും. അതിന് ഈ ടാറിൻ്റെ പണിയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ ഇതര സംസ്ഥാന തൊഴിലാളികളായിട്ടുള്ള ചില ഭായിമാർ നിന്ന് ഗതാഗത നിയന്ത്രണം നടത്തുന്നത് ഞാൻ കാണാറുണ്ട്. അവർ വലിയ കാര്യമാണ് ചെയ്യുന്നത്. വെയിലത്ത് നിന്ന് അവരെ ഏൽപ്പിച്ചിട്ടാണ്, നിങ്ങളിവിടെ നിന്നോളൂ, ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂ എന്ന്. അങ്ങനെ ഒരാൾ നിന്ന് ആ വളവിന് ഇപ്പുറം നിന്ന് ഈ കാറിനെയും നിയന്ത്രിച്ച്, ഒരുപക്ഷെ അവിടെ നിന്നൊരു വണ്ടി ഏതെങ്കിലും പാഞ്ഞ് വന്നോന്നറിയില്ല, ആ വണ്ടിയെ നിയന്ത്രിച്ചിരുന്നു എങ്കിൽ ഈ ലോഡിങ് കയറ്റി തീർന്ന് കെട്ടിപ്പോകുന്നത് വരെ അങ്ങനെ 2 പേരുടെ ഒരു സേവനം ആ സ്ഥലത്ത് ലഭ്യമാക്കണമായിരുന്നു എന്നാണ് നമുക്ക് തോന്നുന്നത്. സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ളൂ. ജയചന്ദ്രൻ എന്ന് പറയുന്ന ആ വ്യക്തിയുടെ അവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതൊക്കെയാണ്. വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബം. ആ കുടുംബത്തിൽ ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഗൃഹനാഥനും കുടുംബിനിയായ ഒരു അമ്മയും 2 മക്കളും ആണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഏകദേശം 3 മണിയോടെയാണെന്ന് തോന്നുന്നു ഈ ഒരു ആക്സിഡൻറ്റ് ഇവിടെ സംഭവിക്കുന്നത് വരെ ആ കുടുംബത്തിന് ഒരു പ്രതീക്ഷയും താങ്ങും തണലുമായിരുന്ന ആളായിരുന്നു ജയചന്ദ്രൻ. ഇവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. നമ്മളവിടെ ചെല്ലുമ്പോൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞുള്ള ബോഡി എത്തിക്കഴിഞ്ഞാൽ ആ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാനായി ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ധാരാളം ആൾക്കാർ ആ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും നല്ലതേ പറയാനുള്ളൂ. പൊതുവിൽ ആ സമൂഹത്തിൽ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടാറുണ്ടായിരുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ച് ഈ കാണുന്ന ഒരു തടം, ഒരു മല കീറി നാട്ടുകാരുടെ സേവനം കൊണ്ട് ഈ വീട്ടിൻ്റെ മുമ്പിലേക്ക് ഒരു വാഹനം വന്നെത്താൻ തരത്തിന് ആക്കിയെടുത്തതിൽ പ്രധാന പങ്കുവഹിച്ച ആളായിരുന്നു ഈ ജയചന്ദ്രൻ എന്ന 49കാരൻ. സ്വന്തമായിട്ട് ഒരു വീടുണ്ടായാൽ ആ വീട്ടിലേക്ക് എല്ലാവരുടെയും സ്വപ്നം പോലെ ഒരു വാഹനം വന്നെത്തണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ പിന്നിലായിരുന്നു ഈ കഴിഞ്ഞ കാലം അത്രയും അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളും ജീവിതവുമൊക്കെ മാറ്റിവെച്ചത്. അങ്ങനെ മോഹങ്ങളും നമ്മൾ പറയാറുള്ളതുപോലെ പടുത്തുയർത്തിയ സ്വപ്നങ്ങളും ഒക്കെ വെള്ളത്തിൽ വരച്ച വര പോലെ ആയി മാറിയ ഒരു ദുർവിധിയാണ് ഇവിടെ ഈ സ്ഥലത്ത് വെച്ച് ഇന്നലെ ഉണ്ടായ ആക്സിഡൻറ്റിലൂടെ ആ ജീവിതത്തെ അഭിമുഖീകരിച്ചത്. ചിതറിക്കിടക്കുന്ന രക്തം പുരണ്ട വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ ഒക്കെ ആ സ്ഥലത്തുണ്ട്. ഓർക്കുക, ഈ റോഡ് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മാത്രമല്ല, ആ റോഡിനെ ഉപയോഗിക്കുന്ന ധാരാളം ആൾക്കാരുടെ വ്യക്തിജീവിതം, കുടുംബജീവിതം, സാമൂഹികമായിട്ടുള്ള അവരുടെ പ്രസക്തി, ഇതിനെയൊക്കെയാണ് നാം എന്ന് പറയുന്ന ഒരാളുടെ അശ്രദ്ധ കൊണ്ട് ഒരുപക്ഷെ
ഇല്ലാതാക്കുന്നത്. അതുകൊണ്ട് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ റോഡുകൾ ഉപയോഗിക്കുമ്പോൾ ശരിക്കും 360 ഡിഗ്രിയും അലേർട്ടായിരിക്കണം, ശ്രദ്ധയോടെ ആയിരിക്കണം. ഈ കാർ ഓടിച്ച ആൾ വാഹനത്തിലിരുന്ന് ഉറങ്ങി, അങ്ങനെയാണ് ഈ ആക്സിഡൻ്റ് ഉണ്ടായത് എന്ന് ആ സ്ഥലത്ത് വന്ന ആരാണ്ടോ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ആ സ്ഥലത്ത് നിന്നുള്ള ആ സമയത്തുണ്ടായ സംഭവത്തിൻ്റെ യഥാർത്ഥ റീസൺ എന്തെന്ന് തീർച്ചയായും അറിയില്ല. അതുകൊണ്ട് വീഡിയോ കാണുന്നവർക്ക് ഈ സാഹചര്യങ്ങളിലൂടെ കാണുന്ന വസ്തുതകളിൽ നിന്ന് ഒരുപക്ഷെ ചില കാര്യങ്ങളെ വായിച്ചെടുക്കാനാവും. ആ ഒരു കഴിവ് മാത്രമേ മീഡിയയ്ക്കുമുള്ളൂ. സത്യമെന്തെന്ന് അറിയില്ല. ഒന്ന് മാത്രം അറിയാം, അതിൽ വേദനിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ നേർക്കാഴ്ച. അതൊരു മാരകമായ സത്യം തന്നെയായി തോന്നി. പറക്കമുറ്റാത്ത 2 കുട്ടികൾ, വേറെ യാതൊരു വരുമാനവുമില്ലാത്ത ഒരു സാധാരണ കുടുംബം. ഇനി എന്ത് എന്നുള്ള ചോദ്യമാണ് അവരുടെ മുമ്പിൽ. ശരിക്കും ഇരുളടഞ്ഞ ജീവിതം പോലെ തോന്നിക്കുന്ന ഒന്ന് തന്നെയാണ്. അവർക്ക് നല്ലൊരു വഴിയിലേക്ക് മുന്നോട്ട് പോകാൻ ഏതെങ്കിലും രീതിയിൽ ഒരു സാഹചര്യം തീർച്ചയായി ഉണ്ടാവണമെന്ന് നമ്മളും ആഗ്രഹിക്കുന്നു, ഉണ്ടാവട്ടെ എന്ന്. ആ കുട്ടി, മൂത്ത കുട്ടിയാണ് ആ കസേരയിലിരിക്കുന്നത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഈ തടം വെട്ടിയെടുത്തതിൻ്റെ ആ തൂമ്പ പോയ മണ്ണിൻ്റെ ചൂട് അറിയിട്ടില്ല. ഇവിടേക്ക് ഒരു തടം വരുന്നതിന് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിച്ച ആളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു.